കൃപയാലും കരുണയാലും സമ്പന്നനായിരിക്കുന്ന സർവശക്തനായ ദൈവം അതിവാത്സല്യത്തോടെ നമ്മളെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ആ മനസ്സുകൊണ്ട് നമ്മൾക്ക് വേണ്ടി തൻ്റെ പുത്രനെ ക്രൂശിലെ യാഗത്തോളം ഏൽപ്പിച്ചു തരുവാൻ സമ്മതനായ നിസ്തുല്യ സ്നേഹത്തിന് ഇന്നും എന്നേക്കും സ്തോത്രം അർപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മളെ എന്നും കാക്കട്ടെ. ദൈവകൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമുക്കനുദിനം ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന കൃപയും ബലവും അവിടുന്ന് പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യമെന്ന തിരുവചനം നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ സുസാധ്യമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ. യേശു ജഡം ധരിച്ച് മനുഷ്യവേഷത്തിൽ ഭൂമിയിൽ വന്ന എത്ര മഹത്തരമായൊരു കാര്യമാണ്. ഉയർച്ചയിലേക്ക് പോകാൻ എല്ലാവർക്കും താല്പര്യമാണ്. എന്നാൽ താഴുന്നത് അത് അത്രയ്ക്ക് സുഖകരമായൊരു കാര്യമല്ല. എന്നാൽ അവൻ ഉയർച്ചയിലിരിക്കെ തന്നെ ദൈവത്തോട് സമൂഹത്തെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസവേഷമെടുത്ത് താണിറങ്ങി വന്നു. ഏറെ പ്രയാസമാണ് താണു വരിക എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും ജീവിത നിലവാരത്തിലും എല്ലാം ഒരു നല്ല ഇതിൽ ജീവിച്ചിട്ട് ഒരു താഴ്ചയുള്ള അനുഭവത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല സണ്ണിയുടെ ഒരു നല്ല മനോഹരമായൊരു കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റും ഒരു ദുഷ്കൃതമായൊരു ക്ലൈമറ്റിലേക്ക് പോകുന്ന പോലെ തന്നെ കഠിനമേറിയതാണത്. നമ്മൾ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ എല്ലാറ്റിനും ദൈവം നമ്മൾ പ്രാപ്തരാക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ട്രെയിൻഡ്, ദൈവം അതെല്ലാം ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഇവിടെ നമ്മൾ എക്സൈൽസ്, പരദേശികളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു തിരുവഴുത്ത് നമ്മൾ പറയുന്നു. ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ ട്രയൽസും അതിനെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യും, നമ്മളെ പരിശീലിപ്പിക്കും. കർത്താവായ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മോടുകൂടെ വസിക്കാനാണ്. നമ്മളെ ദൈവവിളി കർത്താവിനെ അനുഗമിച്ച് ഓരോരുത്തരെയും അവിടെ വിളിച്ചു എന്നാണ് കാണുന്നത്. ആരംഭത്തിൽ തന്നെ പത്രോസിനെ വിളിക്കുന്നു, അന്ത്രയോസിനെ വിളിക്കുന്നു, യാക്കോബിനെ വിളിക്കുന്നു, യോഹന്നാനെ വിളിക്കുന്നു, ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് ചേർക്കുകയാണ്. വിളിച്ച് തൻ്റെ പിന്നാലെ ഫോളോ ജീസസ്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ, ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള വിളി. ആ വിളിയിൽ ദൈവം നമ്മളോട് കൂടെ എത്തുന്ന നമ്മളെ ട്രെയിൻ ചെയ്യിക്കും തൻ്റെ പദ്ധതിക്കായിട്ട്. അപ്പോൾ അവിടെ മനുഷ്യന് ഏറ്റവും പ്രയാസമേറിയ ഒരിതാണ് പാപമെന്ന് പറയുന്നത്. തിന്മയാണ് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നത്. പാപമൊന്നുമില്ല, മനുഷ്യൻ പാപിയെന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വർണ്ണത്തിനകത്തൊരു വ്യക്തി പറയുന്നത് കേട്ടോ, പാപി അല്ലെങ്കിൽ നിൻ്റെ വീടൊന്ന് തുറന്നിട്ടിട്ട് അങ്ങോട്ടെങ്കിലും പോയിക്കോ, പാപമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തിന്മയുണ്ട് സമൂഹത്തിൽ, തിന്മയുണ്ട്. ആ തിന്മയെന്ന് പറയാനായിട്ട് സാധിക്കണം. എന്നാൽ യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, ഈ അന്ത്യകാലത്തിൻ്റെ ഒരു ദുഷ്ടത എന്ന് പറയുന്നത് തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്നത്. കയ്പിനെ മധുരം, മധുരത്തെ കയ്പൊക്കെ എല്ലാം എഗെയിൻസ്റ്റ് അവർ, ആൻറ്റി, എതിരായ, എല്ലാറ്റിനും എതിരായിട്ട് പറയുന്ന ഒരു തലമുറ. അത് അന്ത്യകാലത്ത് അതിൻ്റെ ഒരു ലക്ഷണം അത് എല്ലായിടും നമ്മൾ കാണുകയാണ്. തിന്മയെന്ന് പറഞ്ഞ് മനുഷ്യൻ തള്ളിക്കളഞ്ഞതെല്ലാം നന്മയുടെ സ്റ്റാറ്റസ് അണിയിച്ച്, നന്മയുടെ പരിവേഷം അണിയിച്ച് മനുഷ്യൻ അതിനെ മെരുക്കിയെടുത്തുകൊണ്ടിരിക്കുക. എല്ലാം ആഭാസങ്ങളും എല്ലാത്തരം അതിനുമൊക്കെ വളരെ മാന്യത കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഏറ്റവും ദുരന്തം നിറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് അന്ത്യനാളുകൾ നമ്മൾ പറയുന്ന അതിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ ആ തിരുജന്മത്തിൻ്റെ സന്തോഷം നമ്മളെ പറയിക്കുകയാണ്. എന്താണ്? തന്നെ വിശ്വസിക്കാതിരിക്കുന്നവനെ അവൻ തങ്ങളുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, അവനവനെ യേശു എന്ന് പേരിടണമെന്ന്. അപ്പോൾ യേശു എന്ന് പറയുന്നത് രക്ഷകനാണ്, നമ്മുടെ പാപങ്ങൾ നമ്മളെ രക്ഷിക്കുന്നവൻ. രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമില്ലാത്ത മഹാപാപങ്ങൾ, ദുശീലങ്ങൾ, അങ്ങനെ കുടുങ്ങിപ്പോയവരൊക്കെ ദൈവത്തിൻ്റെ ആശ്രയിച്ചുകൊണ്ട് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു വിടുവിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. കൊടിയ മദ്യപാനത്തിനൊക്കെ അടിമകളായിരുന്നവർ ഏറെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കി, ചികിത്സാ സമ്പ്രദായങ്ങൾ മാറി മാറി ഓരോന്നും പറഞ്ഞ് നോക്കി, ദേവാലയങ്ങൾ കയറി ഇറങ്ങി, നേർച്ച കാഴ്ചകൾ കഴിച്ചു നോക്കി, ഇല്ല, മദ്യപാനാസക്തി
അത് കുടുംബം മുടിക്കുന്ന, സമൂഹത്തെ തകർക്കുന്ന രീതിയിൽ പിടിച്ച വ്യക്തികൾ. എന്നാൽ ഏതോ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നൊടിയിട കൊണ്ട് പിന്നെ ആ മണം പോലും അവർക്കത് കേൾക്കുന്നത് അരോചകമായി തീരത്തക്കവണ്ണം. പൗലിക്കുന്നവർക്ക് അതുപോലെ പൗലിക്കുന്നവർ സാന്നിധ്യത്തിൽ പോലും നിൽക്കാൻ, ആ സാന്നിധ്യം എന്ന് പറയേണ്ട, പൗലിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ നിൽക്കുവാൻ പോലും വിമുഖതയായി മാറുന്നവർ. അത്രയ്ക്കും മാറ്റമാണ് ദൈവം ഒരു മനുഷ്യ ജീവിതത്തിൽ തരുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഈ തിരുവചനം നമ്മളതിനെ സഹായിക്കും. ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രകാശം തരും, നമ്മളെ പുതുക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തും. എല്ലാ ദൈവകൃപ കൊണ്ട് നമ്മൾ നിറയ്ക്കും. നമുക്ക് 106-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. അവിടെ പറയുകയാണ്, അവർ ചെയ്ത തെറ്റുകൾ ഇപ്പോൾ വെളിപ്പെടുകയാണ്. അവരെന്തൊക്കെ ചെയ്തു? അവർ ഇന്നലെ നമ്മൾ കണ്ടു, ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു, കുട്ടികളെ അഗ്നിപ്രവേശം ബലി കഴിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ നരബലി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ വിഗ്രഹാരാധന, മലിനപ്പെടുക, ഓരോരോ വിഗ്രഹങ്ങളുണ്ടാക്കി. ഒരു മിഷണറി ഒരു ഇന്ത്യയിലെ ഒരു മനുഷ്യന് ഒരു ബൈബിൾ കൊടുത്തു. അവൻ അതിരുന്ന് സവിസ്തരം വായിച്ചിട്ട് അദ്ദേഹത്തെ പിന്നെ കണ്ടപ്പോൾ ചോദിക്കുക, നിങ്ങളിവിടെ വന്നതിന് ശേഷം എഴുതിയതല്ലേ റോമർക്കെതിരെ ലേഖനമെന്ന്. റോമർക്കെതിരെ 1-ാം അധ്യായത്തിലൊക്കെ ഈ വിഗ്രഹാരാധനയെക്കുറിച്ചൊക്കെ സ്പഷ്ടമായിട്ട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, നിങ്ങൾ ഇവിടെ വന്നിട്ട് എഴുതിയതല്ലേ ഇതൊക്കെ കണ്ടിട്ട്? അദ്ദേഹം പറഞ്ഞു, അല്ല, ഇത് നാളുകൾക്ക് മുമ്പേ ഇത് എഴുതി വെച്ചിരുന്നതാണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾ വെളിപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, അവർ തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു, അതുകൊണ്ട് യഹോവയുടെ കോപം അവരുടെ ജനത്തിന് നേരെ ജ്വലിച്ചു. അപ്പോൾ ദൈവം ശിക്ഷിക്കുകയാണ്, ദൈവം ശാസിക്കുകയാണ്, അവർ മടങ്ങി വരുവാനുമായിട്ട് വേണ്ടിയാണ്. അവരനുദപിക്കുമ്പോൾ ദൈവരെ ക്ഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 40-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിച്ചു, അവൻ തൻ്റെ അവകാശത്തെ വെറുത്തു, അവൻ ഒരു ജാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു, അവരെ പകച്ചവർ അവരെ ഭരിച്ചു, അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി, അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. പലപ്പോഴും അവനവരെ വിടുവിച്ചു, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. അപ്പോൾ തിന്മകൾ സംഭവിക്കുമ്പോഴെല്ലാം ശത്രുക്കൾ അവരെ ഉപദ്രവിക്കുകയാണ്. കാരണം ദൈവിക സംരക്ഷണത്തിൽ നിന്നല്ല അവർ അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അവിടെ ഇങ്ങനെ നിൽക്കുക, മുടിയും പുത്രൻ്റെ മടങ്ങി വരുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എങ്കിലും അവർ ദൈവം വിടുവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവർ തങ്ങളുടെ ആലോചനയാലോ പിന്നെ അവരോട് മത്സരിക്കുകയാണ്. തങ്ങളുടെ അകൃത്യം നിമിത്തം അധോഗതി പ്രാപിച്ചു. തിന്മ എപ്പോഴും നമ്മുടെ ജീവിതത്തെ അത് നമ്മുടെ ഉയർത്തുകയല്ല, നമ്മൾ നശിപ്പിക്കുന്നതാണ്. നമ്മുടെ എല്ലാ പാവം വിട്ടൊഴിയുക എന്ന് പറയും. തിന്മകളെ വിട്ടൊഴിഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നന്മയോട് ചേർന്നിരിക്കാൻ, നന്മയെ നിറയുവാനായിട്ട് സാധിക്കണം. 44-ാമത്തെ വാക്ക് പറയാം, എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു, അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു, തൻ്റെ മഹാദേവപ്രകാരം അനുദപിച്ചു. പക്ഷെ അവരുടെ നിലവിളിക്കുകയാണ്. അവർ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. നിനിവേയുടെ നിലവിളി കേട്ട ദൈവം അല്ലേ, 40 ദിവസത്തിനകം ഉന്മൂലമായി പോകുമെന്ന് യോനാപ്രവാചകൻ പോയി പറഞ്ഞതാണ്. പക്ഷെ അവർ കുഞ്ഞു കുട്ടികളുടെ അടക്കം മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളടക്കം അവർ ഉപവസിച്ചുകൊണ്ട് എല്ലാം വർജിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവം അവരുടെ നിലവിളി കരുണ തോന്നി. അവർക്ക് വരുമെന്ന് നിശ്ചയിച്ച ആ അനർത്ഥം അതിനെക്കുറിച്ച് അനുദപിച്ച് അത് വരുത്തിയതുമില്ല എന്ന് പറയുകയാണ്. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്ക് എല്ലാവരോട് കനിവ് തോന്നുമാർക്ക് ഇവിടെ അതുപോലെ തന്നെ അവരോട് ദൈവം കനിവ് തോന്നുകയാണ്. അവർ നിലവിളിച്ചപ്പോൾ. 47-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിൻ്റെ സ്തുതിയിൽ പ്രശംസിക്കുവാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണം. എവിടെ നിന്നല്ല ഞങ്ങൾ ഇനിയും ഞങ്ങൾ നിനക്ക് അനുരൂപരായി, നിനക്ക് പ്രസാദമുള്ള മക്കളായി, നിൻ്റെ ജീവനുള്ള സാക്ഷികളായി മാറ്റപ്പെടണം. അവിടെ നിന്നെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളണം. അവിടെ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ. നിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവേ, വിശുദ്ധിയോടെ നിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യാൻ, നിൻ്റെ സ്തുതിയിൽ പ്രശംസിക്കുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. ഞങ്ങളിങ്ങനെ വാസ്റ്റായിട്ടിങ്ങനെ ചിന്നിച്ചെറി പോയിരിക്കുന്ന കർത്താവ് ഞങ്ങളെ ഒരുമനപ്പെടുത്തണമേ. ദൈവവിശ്വാസത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ, യഹോവയെ സ്തുതിക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ എന്നും എന്നേക്കും മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയെത്തരണം. നമ്മുടെ ദൈവം മഹത്വപ്പെടാനിടയെത്തരണം. ഇവിടെ പറയുന്നത് ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ്. ഭയങ്കരമാണ്. നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്കൊക്കെ ചുമ്മാ ആമേൻ ഇങ്ങോട്ട് പറഞ്ഞേക്കല്ലേ. മാർട്ടിൻ ലൂതർ പറഞ്ഞു,
ലോകത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷി എന്ന് പറയുന്ന കർത്തൃ പ്രാർത്ഥനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷി കർത്തൃ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യന് ചുമ്മാ ചൊല്ലുക, അതാണ് രക്തസാക്ഷി എന്ന്. ആ പ്രാർത്ഥനയാണ് രക്തസാക്ഷി എന്ന്. കാരണം അർത്ഥം അറിയാതെ ഉരുവിടുക, എന്താ ചൊല്ലുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനെ ഉപദ്രവിക്കുകയല്ലേ പ്രാർത്ഥനയുടെ. ആ പ്രാർത്ഥന അന്തസ്സത്തെ അതിനെ ഉപദ്രവിക്കുകയല്ലേ, അതാണ് രക്തസാക്ഷി എന്ന് പറയാൻ കാരണം. എന്നിട്ട് പറഞ്ഞു പിന്നെ പറയാണ് ആമേൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആമേന് പറയില്ല. ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ മുമ്പ് പറഞ്ഞതിനെല്ലാം ഞാൻ സമ്മതിക്കുന്നു, ഐ എഗ്രീഡ്, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു, അങ്ങനെ തന്നെ അപ്രകാരം തന്നെ ഉള്ള ഏറ്റുപറച്ചിലാണ് ആമേൻ എന്ന് പറയുന്നത്. അല്ല അനേകർ അതറിയാതെ ആമേൻ ആമേൻ ചുമ്മാ അങ്ങനെ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു ആമേൻ കർത്താവ് പറഞ്ഞില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഉറപ്പിൻ്റെ ദൃഢതയുടെ ഒരു വാക്കായിട്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അത് ഉറപ്പായ കാര്യമാണത്. ദൈവം അത് ഉറപ്പിച്ച് പറയുകയാണ്. ഇവിടെ ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ, യഹോവയെ സ്തുതിക്കുവീൻ, യഹോവയെ സ്തുതിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ആഹ്വാനത്തോടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് കാണും. 4ാമത്തെ പുസ്തകം നമ്മൾ തീരുകയാണ്. സങ്കീർത്തനത്തിൽ 5 പോർഷനായിട്ട് പറയും. ഇന്ന് നമ്മൾ 5ാമത്തെ പുസ്തകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 4ാമത്തെ പോർഷൻ, 4 പുസ്തകങ്ങളിലൂടെ നാം ഇവിടെ സമാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പഞ്ചഗ്രന്ഥങ്ങൾ പോലെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യസംഖ്യ, ആവർത്തനം, അങ്ങനെ പഞ്ചഗ്രന്ഥങ്ങൾ പോലെ തന്നെ ഇതും 5 പുസ്തകങ്ങളായിട്ട് സങ്കീർത്തനങ്ങൾ തിരിച്ചിരിക്കുന്നു. നമ്മളതിൻ്റെ 4 ഭാഗങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. അവിടെ ഇനി 5ാമത്തെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ചിന്തിച്ചതും ധ്യാനിച്ചതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റി തീർക്കട്ടെ. ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതങ്ങളായി തീരട്ടെ. ഓരോന്നും നമുക്ക് എഴുതി വെച്ച് തിരുവെഴുത്തുകളെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു, അത് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു, ഇല്ല. എന്നാൽ ചില ഭക്തന്മാരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ കൂടെ നേരിട്ട് കടന്നു പോയപ്പോൾ അവിടെയെല്ലാം അവർ അനുഭവിച്ചതായ ആ വിടുതലും അനുഗ്രഹവും എല്ലാവരും നമ്മളോട് സാക്ഷിക്കുക. ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അതെല്ലാം കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നു. അതിൽ നിന്നൊക്കെ ദൈവം അവന് വിടുവിച്ചു. യഹോവ എൻ്റെ സകല കഷ്ടങ്ങളിൽ തന്നെ വിടുവിച്ചു. സങ്കീർത്തന സാക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെയും വിടുവിപ്പാൻ ദൈവം ശക്തനെന്നാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ നേരിട്ടതായ പ്രതികൂലങ്ങൾ അതേപോലെ അല്ലെങ്കിലും അതിന് സമാനമായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളും പരീക്ഷണങ്ങളും എല്ലാം നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവകൃപയെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ അതിനെയൊക്കെ പ്രാപ്തരാക്കും. അതൊക്കെ അതിജീവിക്കുവാനും പുതിയ ഒരു അനുഗ്രഹത്തിൻ്റെ പാന്താവിൽ കൂടെ യാത്ര ചെയ്യുവാനും അനുഭവവേദ്യമായൊരു ക്രിസ്തീയ ജീവിതം, അറിവല്ല അനുഭവിച്ചുകൊണ്ട് ദൈവം യാഥാർത്ഥ്യമാണെന്ന്, ദൈവം സ്നേഹമാണെന്ന്, ദൈവൻ്റെ ജീവിതത്തിലെ സർവസ്വമാണെന്ന് അനുഭവിച്ചുകൊണ്ട് രുചിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമുക്കും ദൈവത്തോട് അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, മനോഹര ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കൂടിയിരിക്കണമേ അപ്പാ. അപ്പോൾ ആ തിരുവഴുത്തുകൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ആ വഴിതെറ്റിലെല്ലാം അവരുടെ പിന്നാലെ നിന്ന് അവരുടെ മടങ്ങിയൊരു വേണ്ടി കാംക്ഷിച്ച ഒരു സ്വർഗീയ സ്നേഹത്തെ ഞങ്ങൾ കാണുന്നു. അവർ അനുദവിച്ച് നിലവിളിച്ച് മടങ്ങി വരുമ്പോഴെല്ലാം അങ്ങനെ അംഗീകരിക്കുന്ന അവിടുത്തെ ദീർഘക്ഷമാപ്പാ, അത് ഞങ്ങളുടെ രക്ഷയെ ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പാ. നിനക്ക് പ്രസാദകരമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും നിന്നെ വിട്ട് പിന്മാറാതെ അകലാതെ നിന്നോട് പറ്റി ചേർന്ന് ജീവിപ്പാൻ അവിടുത്തെ ആത്മാവിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ തിരുസന്നിധി യാചിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, വെടിപ്പാക്കണമേ. അവിടുത്തെ ആത്മാവിനായി ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ നിറയ്ക്കണമേ. നിരന്തരം ദൈവിക സാന്നിധ്യത്തോടെ ജീവിപ്പാൻ, ദൈവിക അനുഭവത്തോടെ ജീവിപ്പാൻ, ആത്മഫലമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ അപേക്ഷകളും യാചകളും നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആത്മശരീര മനസ്സുകളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, തിരുനാമത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന് മഹത്വത്തിനായി തന്നെ. ആമേൻ. കൃപകൾ ഓരോന്നും ഓർത്ത് വാഴ്ത്തി പുകഴ്ത്തിടാമേ. താതന്റെ കൃപകൾ ഓരോന്നും ഓർത്ത് വാഴ്ത്തി പുകഴ്ത്തിടാമേ. ആത്മാവിൻ അഭിഷേകത്തെ ദാനമായി നമ്മിലും പകർന്നതിനാൽ ദിവ്യ സ്വഭാവത്തിൽ പൂർണ്ണരായി വളർന്ന്
കണ്ണനൊരു ബലക